ഇത് 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. സ്കൂൾ തുറപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായി പോയിരുന്നേ. അങ്ങനെ നമ്മ സ്കൂൾ തുറക്കണയൊക്കെ കൊണ്ട് അവസാനം ഒരു അടിച്ചുപൊളിക്ക് വേണ്ടി നമ്മ എറണാകുളത്ത് നടന്നുകൊണ്ടിരുന്ന മുത്തപ്പൻ ഗ്രൗണ്ടിലാണ് കേട്ടോ വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ ഈ പോണത്. ഇപ്പം ഇല്ല, മെയ് 31 വരെ ഇരുന്നിട്ടാ അവസാന ഡേറ്റ്. അപ്പം ഞങ്ങൾ അന്നത്തെ ഞായറാഴ്ച തന്നെ പോകാമെന്ന് വിചാരിച്ചായിരുന്നേ. ഇവിടെ ഇപ്പോൾ ഓഫറായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു ടിക്കറ്റ് ഫ്രീ ആയിരുന്നു കേട്ടോ. ഒരാൾക്ക് ഫ്രീ ആയിട്ട് കയറാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ കാഴ്ചയാണ് കേട്ടോ കാണണത്. തേനീച്ചയൊക്കെ ഇരുന്ന് വണ്ടുകൾ, തേനീച്ച, തേള്, അങ്ങനെയുള്ള പല പല ജീവികളെ വലുതാക്കി വെച്ച് അതുകൾ വർക്ക് ചെയ്യണ പോലെ ഇട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പോരാത്തതിന് പൂക്കളിൽ പലതരം ബൾബൊക്കെ വെച്ചിട്ട് ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി അറിയണേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞാൻ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്. അവസാനത്തെ ദിവസമായതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. എന്നാലും ഓരോരുത്തർ കണ്ട് പോകുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അതേ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ തേനീച്ച തേൻ കുടിക്കണ പോലെയാണ് കേട്ടോ അവർ ചെയ്ത് വെച്ചേക്കണത്. പിന്നെ ഇവിടെ റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കുള്ള റൈഡിങ് ഉണ്ടായി. നമ്മൾ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്താൽ കുട്ടികൾക്ക് വണ്ടികൾ റൈഡിങ് ആയിട്ട് ഓടിക്കാം കേട്ടോ. പിന്നെ തേളിനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ കുട വെച്ച് മുകളിൽ അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ കയറുമ്പോൾ തന്നെ ഇപ്പോൾ പല നിറത്തിലുള്ള ബൾബുകളാണ് കേട്ടോ കത്തിക്കൊണ്ടിരിക്കണത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കുറേ ഇതുകളും എല്ലാം എടുത്തിട്ടാ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നേരെ കാണുന്നത് വെള്ളച്ചാട്ടം കേട്ടോ. അത് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ആർച്ച് പോലെയൊക്കെ പണിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോസ് എടുത്താൽ നല്ലൊരു കല്യാണ വീട്ടുകളിലൊക്കെ ഫോട്ടോ എടുക്കണ ഒരു ഇത് വരും കേട്ടോ. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് കേട്ടോ അവർ ചെയ്ത് വെച്ചേക്കണത്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഈ വഴി കയറുമ്പോൾ തിരിച്ചവർ ഈ വഴി തന്നെ നമ്മൾ കയറ്റി വിടില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇറങ്ങിപ്പോണം. നമ്മൾ കയറി അത് അവിടെ നിന്ന് ആസ്വദിച്ച് കഴിഞ്ഞ് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് നമ്മളെ ഇങ്ങോട്ട് ഈ വഴി കയറ്റില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കുറേ നേരം സായമയം പെൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കയറിയത്. പിന്നെ വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത്ര മണിക്കൂർ വെച്ച് ഇത്ര കാശെന്നുള്ള ഇതിലാണ് കേട്ടോ എടുത്തത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആർച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അടുത്ത് തന്നെ നോക്കിയപ്പോൾ ദേ വെള്ളച്ചാട്ടം, നമ്മുടെ അതിരമ്പിള്ളി വെള്ളച്ചാട്ടമൊക്കെ പോലെ പാറകളിൽ നിന്ന് വെള്ളം വന്ന പോലെ ഉണ്ടാ വന്നത്. നമ്മൾ ദൂരെയാണ് നിൽക്കുന്നതെങ്കിലും ആ വെള്ളം വീഴുന്നത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തേ. അപ്പുറത്തെ വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ കളിക്കാനുള്ള അവിടെ ഒരു റെഡ് വരെയൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും കാല് നനയ്ക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നിട്ട്. പിന്നെ ഒട്ടും മനസ്സിലാവുന്ന ഈ വെള്ളം എവിടെ നിന്ന് വന്നി എങ്ങനെ റിട്ടേൺ പോണി എന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ അത്രയും നേരം നിന്ന് ആലോചിച്ചിട്ട് മനസ്സിലായില്ല കേട്ടോ. വെള്ളമൊക്കെ മുഖത്തേക്ക് വേണ്ടി നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതേ ഇവിടെയാണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഏർപ്പാടാക്കിയേക്കുന്നത്. ഇവിടെ എല്ലാവരും കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും നേരം നിന്ന് കളിക്കാൻ അവർ റെഡ് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ.